ഒരു ചെക്ക് പറഞ്ഞേരെ ജോസ് പാസ്റ്ററെ. ചെക്ക് ചെക്ക് ചെക്ക്. ഓഡിബിൾ ആണോ? സ്റ്റാർട്ട് ചെയ്തു. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD-യുടെ പ്രതിവാര പരിപാടികളിൽ ബുധനാഴ്ചത്തെ രാത്രി പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ കടന്നു വന്ന് ഇത് വീക്ഷിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമന്റുകളും അതുപോലെ നിങ്ങളുടെ ഇതിനോടുള്ള നിങ്ങളുടെ ലൈക്ക്നെസ്സും ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്തി ഞങ്ങൾ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എറണാകുളം പുത്തൻകുരിശ് കേന്ദ്രമാക്കി ഒരു ബൈബിൾ കോളേജും ശുശ്രൂഷകളും നടത്തി വരുന്ന ജേക്കബ് മത്തായി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് UP-യിലുള്ള ഗോസ്പൽ TV UP-യുടെ ശുശ്രൂഷകനായ പാസ്റ്റർ സാജു ബി തോമസുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്നത് യേശുക്രിസ്തു കേവലം ദൈവപുത്രനാണ്, ആരാധനയ്ക്ക് യോഗ്യനല്ല, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ഉപദേശം അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ സംസാരിച്ചു കണ്ടു. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് കുരുവിള കുളിഞ്ഞിക്കൊമ്പൽ സാമുവൽ എന്ന് പറയുന്ന ഡൽഹി നിവാസിയായ ക്രിസ്റ്റ ഡെൽഫിയൻ എന്ന സമൂഹത്തിന്റെ സംഘടനയുടെ വക്താവായി പ്രവർത്തിക്കുന്ന അദ്ദേഹവും ഇദ്ദേഹത്തിന്റെ നിലപാടുകളെ പിന്താങ്ങിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തതായിട്ടും നിങ്ങൾ ഇതിനോടകം കണ്ടു കാണും. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. ഇത് അന്ത്യകാലമാണ്. ബൈബിൾ പറയുന്നത് അനേകർ ജ്ഞാനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം എല്ലാ തരത്തിലുള്ള ജ്ഞാനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. തെറ്റായ ബൈബിളിൽ നിന്ന് ചില ആശയങ്ങളെ മാത്രം എടുത്തുകൊണ്ട് വന്ന് അവരുടെ ജ്ഞാനം, അവരുടെ ബുദ്ധിപരമായ വൈഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തി യേശുവിനെ ദൈവം അല്ലാതാക്കാനുള്ള ഒരു വിസ്ഡമാണ് അതിനകത്തുണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള ജ്ഞാനവും വർദ്ധിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ ജ്ഞാനങ്ങളും ഒരു പരിധി വരെ നമ്മൾ പരിശോധിച്ചാൽ ബൈബിളിന്റെ ആകെ തുകയുമായിട്ട് ടോട്ടൽ സമ്മുമായിട്ട് ചേരുന്നില്ലെങ്കിൽ അതൊരു ദുരുപദേശമായിരിക്കും. അവിടെയാണ് ഒരു ഉപദേശം ദുരുപദേശമാണോ അല്ലയോ എന്നറിയാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ, നിങ്ങളുടെ പ്രസംഗ വിഷയം ബൈബിളിന്റെ ടോട്ടൽ സംഖ്യ അല്ലെങ്കിൽ ടോട്ടൽ സമ്മുമായിട്ട് യോജിക്കണം. യോജിക്കുന്നില്ല, അത് ചില സ്ഥലത്ത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ദൈവികം എന്ന് പറയുന്ന വിശുദ്ധ ബൈബിളിനെ നിങ്ങൾ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഏക സത്യദൈവ വിശ്വാസികളായ ഞങ്ങൾക്ക് JCNDSD അതായത് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ എന്ന ഈ പ്ലാറ്റ്ഫോം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള മുഴുവൻ പുസ്തകങ്ങളിലും പരിശുദ്ധാത്മാവിൽ പ്രസ്താവിച്ചു കാണുന്ന ദൈവം ഏക ദൈവമാണ്. അത് സുവിശേഷങ്ങളിലേക്ക് വന്നാലും ലേഖനങ്ങളിലേക്ക് വന്നാലും ഒപ്പം പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥി അതായത് തോറ മുതൽ പ്രവാചക ഗ്രന്ഥങ്ങൾ തുടങ്ങി മറ്റ് എല്ലാ പുസ്തകങ്ങളിലും ഉള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ആ ദൈവം ഏക ദൈവമാണ്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമായി ബൈബിൾ പ്രസ്താവിക്കുന്ന ദൈവം, ആ ദൈവം മനുഷ്യന്റെ രക്ഷയുമായി ബന്ധപ്പെട്ട് വീണ്ടെടുപ്പിന്റെ പ്രക്രിയയ്ക്ക് വേണ്ടി രക്ഷിതാവായി വരും എന്ന് പഴയ നിയമത്തിലെ നിരവധി പ്രവചനങ്ങളിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. അപ്രകാരം സംസാരിക്കപ്പെട്ട പ്രവചനങ്ങളെ നിവർത്തിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രത്യക്ഷതയായി ഈ ഭൂമിയിൽ ജനിച്ചു, മനുഷ്യന്റെ പാപം സംബന്ധിച്ച് മരിച്ചു, അടക്കപ്പെട്ടു. മനുഷ്യന്റെ പ്രത്യാശയായ ഉയർപ്പ്, മനുഷ്യന് തേജസ്സിലേക്ക് ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടി താൻ ആദിജാതനായി തേജസ്സിൽ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ വരും.
അവൻ പിന്നെ സ്ഥാപിക്കാൻ പോകുന്ന ആ രാജ്യം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യഹോവ രാജാവായിരുന്നു എന്നാണ്. കാരണം ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ അവർക്കൊരു രാജാവിനെ ചോദിച്ചപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകന് വളരെ പ്രയാസമായി. കാരണം ദൈവത്തിന്റെ രാജത്വത്തെ നിഷേധിച്ച് മറ്റ് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവമാണ് ശമൂവേലിനോട് ചോദിച്ചത്, നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഞാൻ അവർക്ക് രാജാവായിരിക്കാതെ വണ്ണം അവർ നിന്നെയല്ല എന്നെ അത്രേ തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞത്. അപ്പോൾ ആ ഇസ്രായേലിന്റെ രാജാവായ യഹോവ സർവ്വഭൂമിക്കും രാജാവാകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ സക്കറിയാവ് 14:9 പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവം ഉണ്ടാക്കുന്ന പുതിയ യെരൂശലേമിലും പുതിയ രാജ്യത്തിലും രാജാതി രാജാവായി വരുന്നത് പഴയ നിയമത്തിൽ രാജാവായി പ്രസ്താവിക്കപ്പെട്ട ദൈവം ക്രിസ്തുവായി വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ പദവികളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവമേ ബൈബിളിലുള്ളൂ. ഇതിനെ മാറ്റിയിട്ട് ഒരാൾ പുത്രൻ മാത്രവും അല്ലെങ്കിൽ ഒരാൾ ദാസനും അല്ലെങ്കിൽ ഒരാൾ മനുഷ്യനും അല്ലെങ്കിൽ പാതി ദൈവവും എന്നുള്ള കോൺസെപ്റ്റിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധം ബൈബിളിന്റെ മൊത്തത്തിലുള്ള ആകെ തുകയെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ കഴിയാതെ നിങ്ങൾ ചില ഉപദേശങ്ങൾ കൊണ്ട് ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തികളും സഭകളുമായി തീരും. അങ്ങനെയല്ല വിശുദ്ധ വേദപുസ്തകത്തിന്റെ കാതൽ. അതല്ല പ്രവാചകന്മാരിലൂടെ സംസാരിക്കപ്പെട്ടത്. അതല്ല യേശു ക്രിസ്തു വെളിപ്പെടുത്തിയത്. അതല്ല അപ്പസ്വലന്മാരിലൂടെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ആ ഏക സത്യ ദൈവം പഴയ നിയമത്തിൽ യഹോവയായി വെളിപ്പെട്ട ദൈവം തന്നെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന നിലയിൽ വെളിപ്പെടുകയും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യെശയ്യാ 9:25-9 പറയും പോലെ രക്ഷിതാവായി വരുന്ന ഞാൻ വന്ന് അവരെ രക്ഷിക്കും, നിങ്ങളെ രക്ഷിക്കുമെന്നിരിക്കുന്ന രക്ഷയുടെ പ്രവചനം നിവർത്തിയാക്കിയത് മറ്റാരുമല്ല, ദൈവം തന്നെയാണ്. ക്രിസ്തുവിൽ ദൈവമാണ് ഇരുന്നത്. 2 കൊരിന്ത്യർ 5:19 പറയുന്നത് ദൈവം ക്രിസ്തുവിൽ ഇരുന്ന് ലോകത്തെ തന്നോട് നിരപ്പിച്ചു എന്നാ പറയുന്നത്. അപ്പം ദൈവമാണ് ക്രിസ്തുവിൽ ഇരുന്നത് തന്നെ തന്നോട് ലോകത്തെ നിരപ്പിക്കാൻ. നിരപ്പ് വന്നത് ദൈവത്തോടാണ്, നിരപ്പിക്കുന്നത് ദൈവമാണ്, നിരപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലാണ്. അത് ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്. ഇതാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള സത്യം. ഈ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് ഈ അന്ത്യകാലത്ത് ബൈബിളിന്റെ ഏടുകൾ പരിശോധിച്ച് അവിടെ ഇവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പല ഉപദേശങ്ങൾ കൊണ്ട് ജനത്തെ കൺഫ്യൂസ് ചെയ്ത് ഏത് ശരിയെന്ന് അറിയാൻ കഴിയാതെ ജനങ്ങൾ ഉള്ള വിശ്വാസം കൂടെ ഇട്ടെറിഞ്ഞിട്ട് വല്ല വഴിക്കും പോകുന്ന അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യ സഭകളിലേക്ക് പോകുന്ന അതിൽ ആകെപ്പാടെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ ഉപദേശം എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും അധികം ഉപദേശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇവിടെയാണ്. ഇവിടുന്നാണ് എല്ലായിടത്തേക്കും പോകുന്നത്. അപ്പം ഉപദേശങ്ങളുടെ ഒരു ഫാക്ടറി ആയിട്ട് നമ്മുടെ കൊച്ചു കേരളം മാറുകയാണ്. കാരണം ഒരു ഉപദേശം പുതുതായിട്ട് ഉണ്ടാക്കുന്നയാൾ കേമനാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട്. മുമ്പെന്ന പോലെ ഒരു ഉപദേശം 4 ചുവരുകളിൽ പ്രസ്താവിക്കപ്പെടുന്ന പോലെയല്ല ഇന്ന് ലോകത്താകമാനം ക്ഷണനേരം കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടു കൂടി ദുരുപദേശങ്ങളും വിപരീത ഉപദേശങ്ങളും ദൈവവചനത്തിൽ നിന്ന് എടുത്ത് പ്രത്യേക സഭാ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ദൈവത്തിനും അപ്പസ്തോലിക ഉപദേശത്തിനും വിരുദ്ധമായി ധാരാളം സഭകളും സംഘടനകളും ഉണ്ടാക്കുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മുൻ പറഞ്ഞ ജേക്കബ് മത്തായിയുടെ വീക്ഷണങ്ങളെ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്നോടൊപ്പം പാനലിസ്റ്റുകളായിട്ട് പാസ്റ്റർ ജോയ് കെ ജോസഫ് കൊച്ചിയിൽ നിന്നും, ഒപ്പം ബ്രദർ വിൽസൺ കൊച്ചിയിൽ നിന്നും, ബ്രദർ ഗീവറീസ് ഇറാഖിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി കടന്നു വരാനിരിക്കുന്ന ശേഷം ഉള്ളവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ആദ്യമായിട്ടുള്ള ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ സത്യനമസ്കാരികൾ പിതാവിനെ ആരാധിക്കാൻ എന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുന്ന ഒരു വേദവാക്യമുണ്ടല്ലോ. അപ്പം യേശുക്രിസ്തുവാണ് ശമരിയ സ്ത്രീയോട് ഈ കാര്യം പറയുന്നത്.
ഈ ദൈവനിഷേധികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏക സ്വഭാവം, താൻ തനിച്ചായിരിക്കുന്ന ഏകനായിരിക്കുന്ന ദൈവത്തിന്റെ ഏക സ്വഭാവത്തെ വ്യക്തമായി തെളിയിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമായിട്ടാണ് എനിക്കതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഇവിടെ യേശു തന്നെയാണ് പിതാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശു ദൈവമല്ല എന്നുള്ള ഒരു ആശയം അതിൽ നിന്ന് ഇങ്ങനെയുള്ള ആളുകൾ രൂപപ്പെടുത്താൻ ഇടയുണ്ട്, അല്ലെങ്കിൽ രൂപപ്പെടുത്താറുണ്ട്. ഇത് യേശുക്രിസ്തു ഇത് വെളിപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു അതേ ദൈവം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പാസ്റ്റർക്ക് അറിവിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒന്ന് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി വ്യക്തമാക്കാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ACNDS-SD എന്ന ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങളുടെ സ്നേഹിതരുടെ മുൻപിൽ വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാരെ 3 പേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ ബഹുദൈവ വിശ്വാസികൾ ആയിരിക്കുന്ന ദുരുപദേശകര് ചോദിക്കുന്ന ചോദ്യമാണ്. ന്യായമായി ഈ ചോദ്യത്തെ അവരുടെ ചോദ്യത്തെ ഞങ്ങൾ നിഷേധിക്കുകയല്ല. അത് അവരുടെ ആത്മാർത്ഥത എന്തോ എന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. എങ്കിലും പ്രാരംഭത്തിൽ ഇത് നമ്മോട് സംസാരിച്ച ജോസ് മറി സുഭാഷ് പറഞ്ഞതുപോലെ ബൈബിളിലെ എല്ലാ ഉപദേശങ്ങളും പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കണം. ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ബൈബിളിനെ എങ്കിലേക്ക് വരുന്ന ബൈബിളിനെ മറ്റുള്ള വിശ്വാസത്തെ എല്ലാം ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഉള്ള സമീപനം ദുരുപദേശമാണ്. അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ബൈബിളിലെ ആകത്തുക അതെന്താണ് എന്ന് ജനങ്ങളെ ഗ്രഹിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം തന്നെ. അതിനുവേണ്ടി ആണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയും നിങ്ങളുടെ ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരികയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പുത്തൻകുരിശിൽ നിന്ന് വർഷങ്ങളായി സുവിശേഷ വേല ചെയ്യുന്ന പാസ്റ്റർ ജേക്കബ് മത്തായി എന്ന് പറയുന്ന അദ്ദേഹം യേശുവിനെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള തൻ്റെ ബൈബിൾ നിഷേധ വാക്കുകളെ ഞങ്ങൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്യം ഞാൻ ഒന്ന് വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഒന്ന് ശ്രദ്ധിച്ച് ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾ ആ വാക്യം കേൾക്കണം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇപ്പോൾ വന്നുവിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും ചേർത്ത് വായിച്ചതിന്റെ ഉദ്ദേശം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നും ആ നാഴിക ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായുള്ളവനാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള ധ്വനി അതിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒന്നാമത് ഞാൻ എടുക്കട്ടെ, സത്യനമസ്കാരികൾ ആരെ ആരാധിക്കണം? പിതാവിനെ ആരാധിക്കണം. ഇനി മറ്റൊരു വാക്യം, മത്തായി 3-ാം അധ്യായം 10-ാം വാക്യം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഒരിടത്ത് പറയുന്നു പിതാവിനെ ആരാധിക്കണം,
മറ്റൊരു ഭാഗം പറയുന്നു ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഇനി സങ്കീർത്തനം 95-6 വാക്യം, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. നമസ്കരിക്കുക എന്നുള്ളതിന് ആരാധിക്കുക എന്നുള്ള വാക്ക് തന്നെയാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം. യേശുവിനെ ആരാധിച്ച പല തെളിവുകൾ വിശുദ്ധ ബൈബിളിലൂടെയുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഉദാഹരണം മത്തായിയുടെ സുവിശേഷം 2:11, അവർ ചെന്ന് യേശുവിന്റെ അമ്മയായ മറിയോടുകൂടി വീണ് അവരെയല്ല അവനെ നമസ്കരിച്ചു എന്ന്. അവനെ നമസ്കരിച്ചു. വെർഷിപ്പ് ഹിം എന്ന് അവിടെ കൊടുത്തിരിക്കുന്നു. അത് ദൈവത്തെ യഹൂദന്മാർ ആരാധിക്കുന്ന ആരാധനയെ ഉദ്ദേശിച്ച് തന്നെയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനോട് അവരെ എതിർത്തത്. എങ്കിലും ഞാൻ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള്, ഒന്ന് നമ്മൾ വായിച്ചു, യോഹന്നാന്റെ സുവിശേഷം 4:23 പിതാവിനെ ആരാധിക്കണം, മത്തായി 4:10 കർത്താവിനെ ആരാധിക്കണം, സങ്കീർത്തനം 95:6 സൃഷ്ടിതാവിനെ ആരാധിക്കണം. ആരാധിക്കേണ്ടത് ഒന്ന് പിതാവിനെയാണ്, ആരാധിക്കേണ്ടത് കർത്താവിനെയാണ്, ആരാധിക്കേണ്ടത് സൃഷ്ടിതാവിനെയാണ്. ഈ പിതാവും ഈ കർത്താവും ഈ സൃഷ്ടിതാവും 3 വ്യക്തികളല്ല എന്ന് അനവധി വാക്യങ്ങളിലൂടെ തെളിവുകൾ തരുവാൻ കർത്താവിന്റെ കൃപയാൽ, കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് JC-NDSD-യിലൂടെ കഴിയും. വ്യക്തിപരമായി ചോദിക്കുന്നവരോട് പറയുവാനും ഞങ്ങൾക്ക് അത് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആരാധിക്കേണ്ടത് പിതാവിനെയാണ്, ആരാധിക്കേണ്ടത് കർത്താവിനെയാണ്, ആരാധിക്കേണ്ടത് സൃഷ്ടിതാവിനെയാണ്. പിതാവും കർത്താവും സൃഷ്ടിതാവുമായ 3 വ്യക്തികളെ ആരാധിക്കണം എന്നല്ല, ഈ പിതാവും കർത്താവും സൃഷ്ടിതാവുമായ ഏക വ്യക്തിയെ ആരാധിക്കുവാനാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ജോസ് ഫറീസ് മാസ്റ്റർ പറഞ്ഞത്, ഈ നമ്മളുടെ വിശ്വാസം ബൈബിളിലെ ആകത്തുക എന്താണെന്ന് ഗ്രഹിച്ച് അതാണ് വിശ്വസിക്കേണ്ടത്. ബൈബിളിന്റെ കുറച്ചു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അത് മാത്രം വിശ്വസിച്ചു പോവുക എന്നുള്ളത് സാത്താന്റെ വലിയ തന്ത്രമാണ്. അതിൽ ഈ അന്ത്യകാലത്തെങ്കിലും ക്രൈസ്തവ സമൂഹവും പ്രത്യേകിച്ച് വർഷങ്ങൾ പാരമ്പര്യം പറയുന്ന ജേക്കബ് മത്തായി എന്ന് പറയുന്ന ഈ പാസ്റ്ററെ പോലെയുള്ള പ്രായം ചെന്ന വ്യക്തികൾ, നിങ്ങൾ അധപ്പതിച്ചു പോകാൻ പാടില്ല, നിങ്ങൾ ദൈവനാമം ദുഷിക്കാൻ പാടില്ല. അത് തന്നെയല്ല, ദൈവവചനത്തിന്റെ ആകത്തുക എന്താണെന്ന് മനസ്സിലാക്കി അതാണ് നിങ്ങൾ പ്രസ്താവിക്കേണ്ടത്. എവിടെ സംഭവിച്ചു നിങ്ങൾക്ക് ഈ തെറ്റ് എന്ന് ചോദിച്ചാൽ, എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കതിന് മറുപടിയില്ല. വചനം വായിക്കേണ്ട വിധത്തിൽ, വചനം ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത്, ആരാണ് പിതാവ്? പിതാവിനെ ആരാധിക്കണം, കർത്താവിനെ ആരാധിക്കണം, സൃഷ്ടിതാവിനെ ആരാധിക്കണം. അപ്പോൾ തന്നെ നമ്മൾ സത്യനമസ്കാരികൾ ആയിരിക്കുന്ന ദൈവമക്കൾ യഥാർത്ഥത്തിൽ ഒരുവനെ മാത്രമേ ആരാധിക്കാവൂ. ആരാണ് പിതാവ്? മലാക്കി 2:10 പറയുന്നു, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. ഈ പിതാവ് ഒരുവനാണെന്ന് പറയുമ്പോൾ യേശു പറയുന്ന വാക്ക് ഫിലിപ്പോസിനോട് പറഞ്ഞു എന്താ യേശു പറഞ്ഞു? നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു. പിതാവ് എന്ന് പറഞ്ഞ ആത്മാവാണ്, ആത്മാവായ ദൈവമാണ്. ഈ ആത്മാവായ ദൈവത്തെ നിങ്ങൾ കണ്ടിരിക്കുന്നു എന്നാണ് അവിടെ ഫിലിപ്പോസിനോട് പറയുന്നത്. അപ്പോൾ ഫിലിപ്പോസ് പറയുന്നു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, അത് ഞങ്ങൾക്ക് മതിയെന്ന് പറയുമ്പോൾ യേശു പറയുന്ന മറുപടി എന്താ? നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. യേശു പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിന്റെ സാരം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ്. അപ്പോൾ യേശുവിനെ കണ്ടാൽ പിതാവിനെ കണ്ടു. അല്ലാതെ യേശുവിനെ കാണാതെ യേശുവിനെ കേവലം പുത്രനായി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് പിതാവിനെ ആരാധിക്കാൻ കഴിയില്ല, ഒരിക്കലും നിങ്ങൾക്ക് പിതാവിനെ കാണുവാൻ കഴിയില്ല. പിതാവ് യേശുവിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നമുക്കറിയാം, പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിൽ
ആ നിയമപ്പെട്ടകത്തെ നോക്കിക്കൊണ്ട് യഹോവയെ എഴുന്നേൽക്കണമേ, ഞങ്ങളുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ എന്ന് പറയുമ്പോൾ, പഴയ നിയമകാലത്തിൽ ആത്മാവായ ദൈവത്തിന്റെ സാന്നിധ്യം ആ പെട്ടകത്തിൽ വസിച്ചിരുന്നത് പോലെ ഈ അന്ത്യകാലത്ത് പുത്രനിലൂടെ, എബ്രായ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ച് ഈ അന്ത്യകാലത്ത് പുത്രൻ നിമിത്തം, അതാണ് തീമോഥെയോസ് പറയുന്നത്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഏത് ദൈവം? സൃഷ്ടിതാവായ യഹോവയായ ആത്മാവായ ഏകദൈവം ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുവാൻ കാരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പിതാവ് അത് കർത്താവായ യേശുവാണെന്ന് വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ആരാണ് സൃഷ്ടിതാവ്? അതിനും ബൈബിളിൽ വാക്യമുണ്ട്. യോഹന്നാൻ 1:3 പറയുമ്പോൾ, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടായത് ഉളവായതല്ല. എബ്രായർ 11:3 ഈ കാണുന്ന ലോകത്തിനും ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വെളിപ്പാട് 19:13 വായിക്കുമ്പോൾ, അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ. സൃഷ്ടിതാവ് ആരാണ്? വചനമാണ് സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ആ വചനം ആരാണ്? യേശുവാണ്. ആരെയാണ് ആരാധിക്കേണ്ടത്? സൃഷ്ടിതാവിനെയാണ് ആരാധിക്കേണ്ടത്. സൃഷ്ടിതാവ് ആരാണ്? യേശു മാത്രമാണ്. പിതാവ് ആരാണ്? യേശു മാത്രമാണ്. ഇനി അടുത്ത ഭാഗം, ആരാണ് കർത്താവ്? എഫെസ്യർ 4:5 വായിക്കുമ്പോൾ, കർത്താവ് ഒരുവൻ. റോമർ 10:12 വായിക്കുമ്പോൾ, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. 1 കോരിന്ത്യർ 12:3 വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ലൂക്കോസ് 2:11 കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നാം രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. യേശുവ തന്നെയാണ് യഹോവയെന്ന് ഏറ്റുപറയണം. ആരെയാണ് ആരാധിക്കേണ്ടത്? പിതാവിനെ ആരാധിക്കണം. ആരെയാണ് ആരാധിക്കേണ്ടത്? കർത്താവിനെ ആരാധിക്കണം. ആരെയാണ് ആരാധിക്കേണ്ടത്? സൃഷ്ടിതാവിനെ ആരാധിക്കണം. ആരാണ് പിതാവ്? കർത്താവായ യേശു ക്രിസ്തു. ആരാണ് സൃഷ്ടിതാവ്? കർത്താവായ യേശു ക്രിസ്തു. ആരാണ് കർത്താവ്? കർത്താവായ യേശു ക്രിസ്തു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. വളരെ വ്യക്തമാണ്. പാസ്റ്റർ പ്രത്യേകമായിട്ട് പറഞ്ഞു, ആരാധനയ്ക്ക് യോഗ്യൻ പിതാവാണ്, ആരാധനയ്ക്ക് യോഗ്യൻ സൃഷ്ടികർത്താവാണ്, ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അനേക വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കർത്താവിന്റെ ദാസൻ ഈ കാര്യങ്ങളെ സ്പഷ്ടമായിട്ട് ഓർപ്പിച്ചത്. സൃഷ്ടികർത്താവിനെ കുറിച്ച് കൊളോസ് ലേഖനം 1:16 പറയുന്ന, അവനിലൂടെയും അവനാലും അവന് വേണ്ടിയും സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തുവിനാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിതാവാണ് പിതാവ്. ആ പിതാവ് തന്നെയാണ് യേശുക്രിസ്തു എന്നും അവൻ ആരാധനയ്ക്ക് തികച്ചും യോഗ്യനാണെന്നും, അവൻ ഇങ്ങനെയുള്ള ആളുകൾ പ്രചരണം നടത്തുന്നത് പോലെ അവന് കൊടുക്കേണ്ടുന്ന മഹത്വം പിശാചിന് കൊടുക്കുന്ന വിധത്തിൽ ദൈവവചനത്തിനോട് കൂട്ടിയിറക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഇത്തരം ആളുകളെ നിങ്ങൾ വചനത്തിന്റെ ശരിയായ ധാരണയിലും അറിവിലും മനസ്സിലാക്കി ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെ വളരെ വിശദമായി ഇത്തരം ചർച്ചകളിലൂടെ സംസാരിക്കുന്നത്. ഇതിൽ സംസാരിക്കപ്പെട്ട ഓരോ വചനത്തിന്റെയും റഫറൻസ് കൃത്യമായിട്ട് പാസ്റ്റർ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കൾ ഈ റഫറൻസുകൾ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അങ്ങനെ അല്ല, ഞങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് തെറ്റാണെന്ന് പറയാം. ഞങ്ങളോട് അത് തെളിയിച്ചു തരാൻ ആവശ്യപ്പെടാം. ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ളത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നത്. എൻ്റെ അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട വിൽസൺ ബ്രദറിനോടാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകം, അതായത് ബൈബിളിന്റെ അവസാനത്തെ പുസ്തകവും തമ്മിൽ എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത് പോലെ നമുക്കറിയാം അത് പാരലലായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. പുതിയ വെളിപ്പാട് പുസ്തകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയും ആ കാലഘട്ടത്തെയും സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രമാണ് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 7-ാം അധ്യായം തുടങ്ങിയുള്ള 12 വരെയുള്ള അധ്യായങ്ങളിൽ. ഈ 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അവിടെ വയോധികനായ, അല്ലെങ്കിൽ ഒരു ഏൻഷ്യന്റ് ഓഫ് ദ ഡേയ്സ് എന്ന് പറയുന്ന പുരാതനൻ എന്നുള്ള നിലയിലും
മനുഷ്യപുത്രൻ എന്നുള്ള നിലയിലും പ്രസ്താവിച്ചു കാണുന്ന ഒരു തേജോമയനായ ഒരു ദൈവത്തെ അവതരിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും 4-ലും നമ്മൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെ കുറിച്ച് കാണുന്നുണ്ട്. അവന്റെ വസ്ത്രത്തെക്കുറിച്ച്, അവന്റെ സ്റ്റാച്ചറിനെ സംബന്ധിച്ച്, രൂപത്തെ സംബന്ധിച്ചെല്ലാം വ്യക്തമായ ചിത്രം രണ്ടുപേരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു തൃത്വത്തിന്റെ കണ്ണാടി മാറ്റിവെക്കുന്നവർക്ക്, അല്ലെങ്കിൽ യേശുവിനെ ദൈവമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആ ചിന്താധാരകൾ മാറ്റിവെച്ചിട്ട് സ്വതന്ത്രമായിട്ട് ബൈബിളിനെ പരിശോധിക്കുന്ന എല്ലാ ആളുകൾക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിശദീകരിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വിൽസൺ ബ്രദറിന് ഈ അവസരം വേർതിരിച്ചു തരുന്നത്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് സകല മാനവും മഹത്വവും ഈ സമയത്ത് കരയറ്റുന്നു. സകല വെളിപ്പാടിന്റെയും ഉറവിടമായ ദൈവം, ആ ദൈവത്തിന് സകല മഹത്വവും ഈ സമയത്ത് കരയറ്റുന്നു. ഈ പ്രവാചക ഭാഗങ്ങളിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ ചെറുപ്പം മുതൽ ഈ പ്രവാചകന്മാരുടെ കാര്യങ്ങളെ കേട്ട് വളരുകയും അതിൽ മാത്രം പഠനം ചെയ്യുകയും തൻ്റെ വിശ്വാസത്തിന്റെ കാര്യങ്ങളെ കൂടുതൽ ആ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്ത അപ്പോസ്തോലന്മാർ കൂടെ നടക്കുന്നവർ അവരോട് പറയുന്നു, പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാതെ മന്ദബുദ്ധികളെ എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം, മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണം എന്നുള്ള കൽപ്പന അവർക്ക് ഉണ്ട്. അത് നിർബന്ധമായി അവർക്ക് നിൽക്കുന്നുണ്ട്. അവരെ വേറൊന്ന് കാണിച്ചു കൊടുക്കുവാനല്ല അവിടെ കടന്നു വന്നത്, അവരെ നേരെ മറിച്ച് ആ ദൈവത്തിന്റെ പ്രത്യക്ഷത തന്നെ കാണിച്ചു കൊടുക്കുവാനാണ് അവിടെ കടന്നു വന്നത്. പക്ഷെ അവരാദ്യം അത് മനസ്സിലാക്കാതിരിക്കുകയും പിന്നീട് നമ്മൾ കാണുന്നു, മലയിൽ അവരെ വിളിച്ച് മോശയെ ഒരുക്കിയതുപോലെ ഒരുക്കിയപ്പോൾ അവർ കാലിൽ വീണ് ആരാധിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ അവിടെ മത്തായി സുവിശേഷം 28-ന്റെ 16-17 വാക്യങ്ങളിൽ അവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ടത്, യെഹെസ്കേൽ ആയാലും യെശയ്യാവായാലും മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ ഒരുവനെ അവിടെ കാണുന്നുണ്ട്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെ അവിടെ കാണുന്നുണ്ട്. യെഹെസ്കേലും യെശയ്യാവും. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ പറയുന്നുണ്ട്, യെശയ്യാവ് എന്നെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യെശയ്യാവ് കണ്ട ആ മനുഷ്യപുത്രനോട് സദൃശ്യനായ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെ അവിടെ യെശയ്യാവ് ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യപുത്രൻ ആരാണ്? യഹോവയുടെ ഗ്ലോറിയാണ് അവിടെ കണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ ആണ്. അവിടെ നമ്മൾ കാണുന്നു വയോധികനായ ഒരുവൻ, അല്ലെങ്കിൽ അവിടെ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്നാണ് നമുക്ക് ഇംഗ്ലീഷിന്റെ ബൈബിളിനകത്ത് പറയുന്നത്. ആ വയോധികനായ ഒരുവന്റെ അടുക്കലേക്ക് മനുഷ്യപുത്രനോട് സദൃശ്യനായ, അപ്പം നമ്മൾ കാണുന്നു ആ സിംഹാസനത്തിൽ ഇരുന്ന മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയാണ് ഇവിടെ ദാനിയേൽ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വയോധികൻ എന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുമ്പോൾ പ്രത്യക്ഷമായി നമ്മൾ കാണുന്നത്, ഇത് ദാനിയേൽ ആയാലും പിന്നീട് യോഹന്നാൻ ആയാലും അവര് രണ്ടുപേരും കാണുന്നത് ആത്മീയ ദർശനമാണ്. അവര് രണ്ട് വ്യക്തികളെയല്ല കാണുന്നത്, അവര് ഒരേ ആത്മാവിന്റെ രണ്ട് പ്രവർത്തനങ്ങളെയാണ് കാണുന്നത്. അതാണ് അവര് വ്യാഖ്യാനിക്കുവാൻ അവിടെ ഇത് ചെയ്യുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിലായാലും ഭൂമിയിലായാലും യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരുവൻ മാത്രം ആരാധ്യനാണ്. പക്ഷേ നമ്മളിവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നു, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും
ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. അപ്പോൾ നമ്മൾ കാണുന്നു, സങ്കീർത്തനങ്ങളിൽ കാണുന്നു, യഹോവയെ കുറിച്ച് പറയുന്നു, അവന്റെ രാജ്യത്വം എന്നേക്കും ഉള്ളതാകുന്നു എന്ന് പറയും. യഹോവയെ കുറിച്ചാണ് പറയുന്നത്, അവന്റെ രാജ്യത്വം എന്നേക്കും ഉള്ളതാകും. പക്ഷെ ഇവിടെ പറയുന്നു, അവിടെ മനുഷ്യപുത്രന് വയോധികൻ എന്നേക്കുമുള്ള രാജ്യത്വത്തെ കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ട് വ്യക്തികളാണോ? നമ്മളെ സംബന്ധിച്ചോളം അല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്കറിയാം വരുന്നത് ക്ലൗഡ്സ് ഓഫ് ഹെവന്റെ മേളിലാണ്. അപ്പൊ ക്ലൗഡ്സ് ഓഫ് ഹെവന്റെ മേളിൽ റൈഡ് ചെയ്യുന്നതും യഹോവ മാത്രമാണെന്ന് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ എന്ന് കർത്താവ് തന്നെ സംബോധിക്കുന്നുണ്ട്. മനുഷ്യപുത്രനായ ഏകൻ മാത്രമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഒരേ ആത്മാവിന്റെ രണ്ട് പ്രവർത്തനങ്ങളാണ്. മനുഷ്യപുത്രൻ തന്റെ രക്ഷയുടെ വേലയെ ചെയ്തു തീർത്ത ശേഷം, അവൻ തുളച്ചവനായി തീർന്ന ശേഷം, അവൻ അറക്കപ്പെട്ട കുഞ്ഞാടായി തീർന്ന ശേഷം, ആ ഒരു രീതിയിലാണ് പിന്നെ യോഹന്നാൻ നമ്മളെ 5-ാമത്തെ വാക്യത്തിൽ ഈ സീൻ തന്നെ വിഷനില് പിന്നെയും പ്രത്യക്ഷമായിട്ട് ആത്മാവിൽ കാണുന്ന ദർശനമാണ്. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് കാണുന്നത് കൊണ്ട് ആത്മാവിന്റെ രണ്ട് പ്രവർത്തനങ്ങളാണ് അവിടെ കാണുന്നത്. അവിടെയും നമ്മൾ കാണുന്നു, വയോധികനെ പോലെ ഇരിക്കുന്നവനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. കുഞ്ഞാട് വരുന്നു. കുഞ്ഞാടിൽ 7 കൊമ്പും 7 കണ്ണുകളുമുണ്ട്. ആ 7 കൊമ്പും 7 കണ്ണുകളും ദൈവത്തിന്റെ ആത്മാവ്, സർവഭൂമിയിലും ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്ത ദൈവത്തിന്റെ 7 ആത്മാക്കളാണ് അവിടെ ഉള്ളത്. അത് എല്ലാം ആ കുഞ്ഞാടായവനിലാണ് അവിടെ എന്ന് പറയുന്നു. പിന്നെ ആ വന്ന ശേഷം, രക്ഷയുടെ വേല ചെയ്ത ശേഷം, മരണത്തിന്റെ താക്കോൽ കൈ പറ്റിയ ശേഷം, പിന്നെയും പഴയതുപോലെ കർത്താവായ യേശു ക്രിസ്തു തന്റെ 17-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ആദിയിൽ ആയിരുന്ന ആ മഹത്വത്തിൽ എന്നെ മഹത്വീകരിക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ ഈ മഹത്വീകരണമാണ് അവിടെ നടക്കുന്നത്. ഒരേ ആത്മാവിന്റെ രണ്ട് പ്രവർത്തനങ്ങൾ. ആ ഒരു പ്രവർത്തനം രക്ഷയുടെ വേല ചെയ്ത ശേഷം അവിടെ വരുന്ന മനുഷ്യപുത്രനോട് സമനായവൻ, മനുഷ്യപുത്രൻ ആയി ഇവിടെ ഈ ലോകത്തിൽ കടന്നു വന്നവൻ, അവിടെ ആ വിധിക്കുവാനുള്ള പുസ്തകം കൈവാങ്ങുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരിൽ ഒരുവൻ മാത്രമാണ് പരിശുദ്ധനായി തീർന്നതും ന്യായം ചെയ്യുവാൻ യോഗ്യനായി തീർന്നതും. അവിടെ ആ പുസ്തകം വാങ്ങിയ ശേഷം അവിടെ നടക്കുന്ന കാര്യം നമ്മൾ ഇവിടെ കാണുമ്പോൾ, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവർ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടും പാടുന്നു. പിന്നെ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരിലെ ചുറ്റിമേറിയ ദൂതന്മാരും ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000. അവിടെ അവരെല്ലാവരും താണു വീണ് ആ കുഞ്ഞാടിനെ ആരാധിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട്. അത് ആർക്ക് വേണ്ടിയാണ്? സ്തോത്രവും ബഹുമാനവും മഹത്വവും അത് ക്ലിയർലി ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് കുഞ്ഞാടിനും. അപ്പൊ അവിടെ നമ്മൾ കാണുമ്പോൾ അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവനുമാണ്, അവൻ കുഞ്ഞാടുമായി തീർന്നവനാണ്, ഒരുവൻ മാത്രമാണ്. പക്ഷെ ഇപ്പോൾ അവർ ഒരുവനെ മാത്രം കാണുന്നു, അവന് സകല സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും നൽകുന്നു. അപ്പോൾ അവിടെ ആരാധിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. പിന്നെ നമ്മൾ ഈ ഒരു വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നു, യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ വയോധികന്റെ പോലെ തന്നെ അവന്റെ മുടികളാണെന്ന് പറയും. അപ്പോൾ അവൻ മഹത്വപ്പെട്ടപ്പോൾ അവൻ വയോധികനെ പോലെ, അവന് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടുള്ള
ആ ഒരു കാര്യവും എല്ലാം അവനിൽ ദർശനമായി യോഹന്നാൻ കാണുന്നുണ്ട്. യോഹന്നാനും വീണ്ടും നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തോലന്മാർ അവനെ നമസ്കരിച്ചു, പ്രവാചകന്മാർ അവനെ നമസ്കരിച്ചു, അബ്രഹാം അവനെ കണ്ടു നമസ്കരിച്ചു. അവർ എല്ലാവരും ചെയ്തിട്ടും ഇവർ പറയുന്നു യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ യോഗ്യനല്ല എന്ന് പറയുന്നു. നമ്മൾ കാണുമ്പോൾ ഇത് അവർക്ക് പിന്നെയും രണ്ട് വ്യക്തികളാണ്, പക്ഷെ വേറെ തരത്തിലെ തൃത്വക്കാരെ പോലെയല്ല, വേറൊരു തരത്തിലെ വ്യക്തിത്വമാണ് അവർ മെനഞ്ഞിരിക്കുന്നത്. അവർ വെറും ഒരു പുത്രൻ അല്ലെങ്കിൽ വെറും ഒരു സൃഷ്ടി എന്ന രീതിയിൽ അല്ലെങ്കിൽ വെറും ഒരു ദൂതൻ എന്ന രീതിയിലാണ് കർത്താവിനെ കാണുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം കർത്താവ് വീണ്ടെടുപ്പുകാരനാണെങ്കിൽ അവൻ കർത്താവ് ആയിരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യെശയ്യാവായാലും ഹോശയ്യായാലും അതിൽ പറയുന്നുണ്ട്, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല, ഞാനല്ലാതെ വേറൊരു വീണ്ടെടുപ്പുകാരനില്ല, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവുമില്ല. അപ്പോൾ വീണ്ടെടുപ്പുകാരൻ തന്നെയാണ് ദൈവം, ദൈവം തന്നെയാണ് വീണ്ടെടുപ്പുകാരൻ, ദൈവം തന്നെയാണ് കർത്താവ്, കർത്താവ് തന്നെയാണ് ദൈവം. വേറെ ഒരു ദൈവവുമില്ല. വേറെ ഒരുവനും മഹത്വത്തിനും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യനല്ല. കുഞ്ഞാടും ദൈവവുമായിരിക്കുന്നവൻ എന്നേക്കും ആരാധനയ്ക്ക് യോഗ്യൻ തന്നെ. താങ്ക് യു. വളരെ വ്യക്തമാണ് ഉത്തരം. മനുഷ്യപുത്രനായും തേജസ്സിൽ ഇരിക്കുന്ന ദൈവവുമായും വെളിപ്പെട്ടു വന്നിരിക്കുന്ന ദൈവം ഏകനാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപരമായി ഉപദേശിക്കുമ്പോൾ ദാനിയേൽ ദർശനത്തിൽ കണ്ടതും വെളിപ്പാടിൽ യോഹന്നാൻ ദർശിച്ചതുമായ ഒരേ ഒരു ദൈവം തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത കാണുകയും മനുഷ്യപുത്രന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി നിൽക്കുമ്പോൾ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ രക്ഷയുടെ വേല നിവർത്തിച്ചവന്റെ പ്രതീകമായി നിൽക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായും ദൈവാത്മാവിൽ ദൈവത്തെ സമീപിക്കുന്നവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇടച്ചക്കും തടങ്കൽ പാറയുമായി അനേകർക്ക് ഈ കാര്യങ്ങൾ വസ്തുതാപരമായി അത് ശരിയാണ്. കാരണം അവർക്ക് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ അടിസ്ഥാന മർമ്മത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. JCNDSDയിൽ ഞങ്ങൾ പറഞ്ഞു വരുന്നതും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 2800-ലധികം വീഡിയോകളിലൂടെ ഞങ്ങൾ കൂടുതലായി സംസാരിച്ചിട്ടുള്ളത് ഏക ദൈവത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച്. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു തന്നെയാണ് പ്രവാചകന്മാർ പ്രവചിച്ച ദൈവമെന്നും ഇസ്രായേൽ മക്കൾ ആരാധിച്ച ദൈവമെന്നും അവനും തന്നെയാണ് കാലസമ്പൂർണതയിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് മറുവിലയായി ജഡത്തിൽ വെളിപ്പെട്ടതും ഇനി അവൻ തന്നെയാണ് രാജാതി രാജാവും കർത്താതി കർത്താവുമായി ഇതിന്റെ രാജ്യം സ്ഥാപിക്കാൻ വരുന്നതെന്നും വ്യക്തവും ശക്തവുമായി രേഖപ്പെടുത്തപ്പെട്ട തിരുവെഴുത്തുകളുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും. ഇന്ന് ഇത്രയും വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ബ്രദറിന് നന്ദി പറയുന്നു. ബ്രദർ ഗീവറിസിനോടാണ് അടുത്ത ചോദ്യം. അത് ഇങ്ങനെയാണ്, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവം ആ ഒരു ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ബൈബിൾ പറയുന്നത്. ഇത് തന്നെയാണ് ഈ ഏകദൈവ വിശ്വാസം, യഹോ മാത്രം ദൈവമെന്ന് പറയുന്ന ഈ ക്രിസ്റ്റഡൽഫിയൻസ് ആകട്ടെ യഹോവയുടെ സാക്ഷികളാകട്ടെ അവർ മുന്നോട്ട് വയ്ക്കുന്നു. അവരെ സംബന്ധിച്ച് അധികം ആളുകൾക്കും യേശുക്രിസ്തു സൃഷ്ടിയാണ്, ദാസനാണ്, പുത്രനാണ്, പിന്നെ കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങൾ ഗൗരവത്തോടെ ചോദിച്ചാൽ പാതി ദൈവവുമാണ്. എന്നാൽ ബൈബിളിന്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷമായി കൂടെ ഇരുന്ന് യോഹന്നാൻ ലേഖനം 1 പറയുന്ന പോലെ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതും ഞങ്ങൾ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് എന്ന് പറഞ്ഞ് അനുഭവിച്ചറിഞ്ഞ, തൊട്ടറിഞ്ഞ, കണ്ടറിഞ്ഞ ശിഷ്യന്മാര് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളതൊക്കെയും അവഗണിച്ചു കളഞ്ഞിട്ട് അവൻ സർവശക്തനായ ദൈവമാണെന്നും മഹാദൈവമാണെന്നും ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയാണെന്നും അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്നും എല്ലാം പ്രസ്താവിക്കുന്നതിന് തള്ളിക്കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരം ഉപദേശങ്ങൾ പ്രസ്താവിച്ച് കാണുന്നത്
എന്തുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ഗീവറീസിനെ ഏൽപ്പിക്കുകയാണ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ, അതായത് ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ജേക്കബ് മാത്യുവിനെ പോലുള്ള ക്രിസ്ത്യാഡൽഫിയയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റസൽ മതക്കാര്, കൂടുതലായി റസൽ മതക്കാരാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ദൈവം യേശു ക്രിസ്തു മധ്യസ്ഥനാണെന്നും പുത്രനാണെന്നും അതുപോലെ തന്നെ സൃഷ്ടിയാണെന്നും ഒക്കെ അവര് പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ. മോശ ഇസ്രായേലിനോട് പഠിപ്പിക്കുമ്പോഴും അതേ കാര്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്, ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അതുപോലെ തന്നെ യേശു ക്രിസ്തു പറയുന്നു, സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ചിന്തയിലേക്ക് വരുന്നത്, പിതാവായ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു വെറും സൃഷ്ടിയാണ്, ഭൂമിയിലേക്ക് വന്നു, മനുഷ്യരെ പഠിപ്പിക്കുന്നു. ചില ഭാഗങ്ങളിലൊക്കെ മനുഷ്യനായ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നൊക്കെ കർത്താവ് യേശു ക്രിസ്തു പറയുമ്പോൾ പറയാറുണ്ട്, അല്ലെ? അപ്പോ അതിന് ഉപലബ്ധമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ യഹൂദന്മാർ ചോദിക്കുന്നുണ്ട്, അബ്രഹാമിന് മുമ്പേ നീ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു എന്താണ് മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് അവിടെ എല്ലാം നമുക്ക് തരുന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ പല ആളുകൾക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിതാവ് മറ്റൊരാൾ, പുത്രൻ മറ്റൊരാൾ, പരിശുദ്ധാത്മാവ് മറ്റൊരാൾ, 3 പേർ അല്ലെങ്കിൽ 3 വ്യക്തികൾ, അല്ലെങ്കിൽ വെറും യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാൻ കഴിയുകയില്ല. തോമസ് അപ്പോസ്തലൻ പോലും വിളിച്ചു എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവ എന്നാണ് യേശു ക്രിസ്തുവിനെ വിളിച്ചത്. അപ്പോ നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ അവൻ വന്ന് രക്ഷിക്കും എന്ന് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? നമ്മളിത് വായിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 25:9 നമ്മൾ വായിക്കുന്ന, ഒന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവൻ അത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും എന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ദൈവം മനുഷ്യനായി ഒരിക്കൽ വെളിപ്പെടും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ യേശു കർത്താവിനോട് പീലിപ്പോസ് ചോദിക്കുന്നുണ്ട്, പിതാവിന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന്, അല്ലെ? ഭൂമിയിൽ ഇരുന്നപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാവിനെ പറ്റി പറയുമ്പോഴെല്ലാം പീലിപ്പോസും ശിഷ്യന്മാരും എല്ലാം മറ്റു ശിഷ്യന്മാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? പിതാവ് മറ്റൊരാളാണ്, അല്ലെ? എപ്പോഴും യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ പിതാവിനെ ഉയർത്തി സംസാരിക്കാറുണ്ട്. അപ്പം പീലിപ്പോസിന്റെ ചിന്ത മറ്റൊരാളാണ്. ആ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ എന്നാണ് കർത്താവ് യേശു ക്രിസ്തു കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്. അപ്പോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് തന്നെയാണ്. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. അതായത് കന്യാമറിയത്തില് കാണുമ്പോൾ അവിടെ നമ്മൾ കാണാൻ കഴിയുന്ന കന്യകയായ മറിയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായി എന്നൊരു വാക്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ അത് കാണിക്കുന്നു. ദൈവത്തിന്റെ ദേഹം, ദേഹി, ആത്മാവായ ദൈവത്തിന്റെ ദേഹം, ദേഹി എന്നുള്ള ആ ഒരു വലിയൊരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ദൈവം ആത്മാവാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതിന്റെ വാസ്തവം അവിടെ തെളിയുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏക ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് യേശു ക്രിസ്തു. അപ്പോ ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ പിതാവിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലെ? നമ്മള് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പോ അതിന്റെ താഴെ പറയുന്നു, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം
വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ നാമം ഏതാണ്? യഹോവയുടെ നാമമാണോ? അല്ല, യേശുക്രിസ്തുവിന്റെ നാമം. ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടി അവൻ യേശു എന്ന പേരിടണമെന്ന് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം അറിയിച്ച ആ നാമത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ്. അപ്പം ഇത് മൂന്നും ഒന്നാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോ പിതാവ് എന്ന് പറയുമ്പോൾ എന്താണ്? സർവ്വ ജഡങ്ങളുടെ ഉടയവൻ എന്ന അർത്ഥത്തിലാണ് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു. പുത്രൻ എന്ന് പറയുമ്പോൾ അവനെ വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിലാണ് യേശു ക്രിസ്തുവിനെ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ പുത്രൻ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ദൈവം ആത്മാവായി നമ്മുടെ ഇടകളിൽ വാഴുന്നു. അതാണ് പരിശുദ്ധ ആത്മാവ്, അല്ലെങ്കിൽ ദൈവം പരിശുദ്ധനാണ് എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് കാണുമ്പോൾ തൃത്വക്കാരുടെയും അതുപോലെ തന്നെ റസൽ മതക്കാരെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത്തെ ഒരു സൃഷ്ടി മാത്രമാണ്. അതായത് യേശു ക്രിസ്തു ഒരു സൃഷ്ടി മാത്രമെന്നാണ് കരുതുന്നത്. പരിശുദ്ധാത്മാവിനെ അവർ ഒരു ശക്തിയായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ. അങ്ങനെ എല്ലാം കാണുന്ന ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 1 തിമോത്തി 3:16 പറയുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആരാ? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് തിമോത്തിയിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് കൊരിന്തിയിൽ പറയുന്നു, 1 കൊരിന്ത്യർ 8-ാം പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പോ യേശുക്രിസ്തു ആരാണെന്ന് ചോദിച്ചതിനുള്ള മറുപടി അവൻ കൊടുത്തു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആ ദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെട്ടതാണ് എന്നുള്ള കാര്യം പൗലോസ് അപ്പോസ്തലൻ നിഷേധിക്കുന്നില്ല. അത് അവിടെ തന്നെ അദ്ദേഹം തിമോത്തിയോട് പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് യേശുക്രിസ്തു ആരാധ്യനാകുന്നത്? അവൻ സകല ജഡങ്ങളുടെ ഉടയവനായ പിതാവെന്ന അസ്തിത്വവും നിത്യ അസ്തിത്വവും അവനുള്ളത് കൊണ്ട് തന്നെയാണ് അവനെ അങ്ങനെ വിളിക്കുന്നതും അവൻ ആരാധനയ്ക്ക് യോഗ്യനാകുന്നത്. എന്തുകൊണ്ടാണ്? അവൻ പിതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരാമമിടുന്നു. താങ്ക് യു ഗീവറീസ്. വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയതിന് ഞാൻ നന്ദി പറയുകയാണ്. നമുക്കറിയാം, അപ്പോസ്തലന്മാര് മറുരൂപ് മലയിൽ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സത്യത്തിൽ തേജസ് ഉള്ളത് പഴയ നിയമം മാത്രം വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് യഹോവ മാത്രമാണ് തേജസ്സിന്റെ ദൈവം. പത്രോസ് പോലും പിന്നീട് പറയുന്നത് ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളെന്ന്. നമുക്ക് ഏറ്റവും അധികം ആശ്ചര്യം ഉളവാക്കുന്ന ഒരു കാര്യം, പഴയ നിയമം മാത്രം വിശ്വസിക്കുന്ന യഹൂദൻ യേശു ക്രിസ്തുവിൽ ഇടറിപ്പോയി എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു പരിധിവരെ സമ്മതിച്ചു കൊടുക്കാം. കാരണം അവർക്ക് വെളിപ്പാടില്ലാത്തതുകൊണ്ട് കെട്ടിപ്പോയി. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഈ ക്രിസ്ത്യാനിൽഫിൻസ് തുടങ്ങി ട്രിനിറ്റേറിയൻസ് വരെയും സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്നത് കൊറിന്ത്യർ ലേഖനം 2:7 പറയുകയാണ്, ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽ ജനം യേശു തേജസ്സിന്റെ കർത്താവാണ് എന്ന് അറിഞ്ഞില്ല എന്നാണ്. അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ക്രൂശിക്കയില്ലായിരുന്നു. ഇതേ ബൈബിൾ കൈവശം വെച്ചുകൊണ്ട് യേശു ക്രിസ്തു തേജസ്സിന്റെ കർത്താവ്. എത്ര തേജസ്സിന്റെ കർത്താവുണ്ട്? എത്ര പേർക്ക് തേജസ് ഉണ്ട്? തേജോമയനായ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ വിശുദ്ധ പൗലോസ് പഴയ ന്യായപ്രമാണ പണ്ഡിതൻ പറയുകയാണ്, അവർ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞില്ല. എന്ന് വെച്ചാൽ തേജസ്സിന്റെ കർത്താവ് യഹോവയാണ്. യഹോവയാണ് യേശുക്രിസ്തു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ യേശുവിനെ ക്രൂശിക്കില്ലായിരുന്നു. ഇതേ പുസ്തകങ്ങൾ മുഴുവനും 66 പുസ്തകവും കൈവശം വെച്ചിട്ട് യേശുക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കുന്ന, സാക്ഷാൽ ദൈവമാണെന്ന് തെളിയിക്കുന്ന അനവധി രേഖകൾ ഉണ്ടായിട്ട് അവൻ മഹാദൈവമാണെന്നും അവൻ സത്യദൈവത്തിന്റെ മാംസ പ്രത്യക്ഷതയാണെന്നും അവൻ സർവശക്തനായ ദൈവമാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തവും സ്പഷ്ടവുമായി അടയാളങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ട സാക്ഷികളായ അപ്പോസ്തലന്മാര് എഴുതി വെച്ചിട്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് യേശു ആരാധനയ്ക്ക് യോഗ്യനല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവരെന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു പുതിയ മതം സ്ഥാപിക്കുക, ഒരു പുതിയ ഇസം ഉണ്ടാക്കുക, അതിലേക്ക് കുറെ ആളുകളെ വലിച്ചുകൊണ്ട് പോവുക. ഇത് അപ്പോസ്തലന്മാർ പൗലോസ് പറഞ്ഞ രാപ്പകൽ ഞാൻ ഈ ദുരുപദേശക്കാർ വരുന്നു പറഞ്ഞ് കണ്ണുനീരോടെ നിങ്ങളെ ഉപദേശം ഓർത്തുകൊള്ളുവിൻ. ഇന്ന്
ഇങ്ങനെയാണ് നാളുകളിൽ ഒരുപക്ഷെ നമ്മൾ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ കുറെ അധികം ദുരുപദേശങ്ങളിലൂടെ ഉണ്ടായി വരും. കാരണം ഇത് ദുരുപദേശകന്മാരുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് പാനലിൽ വന്ന് സംസാരിച്ച എല്ലാവർക്കും നന്ദി. ഇതിനോട് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനോട് ചേർത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ആർക്കൊന്നും പറയാനില്ല. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പിന്നെയും ഓർക്കുന്നത്, ഇത്രയും ഡിനോമിനേഷൻസ് ഉള്ള ഒരു കേരളം, എല്ലാ തരത്തിലെയും എനിക്ക് തോന്നുന്നത് പലതരത്തിലെ മിഷനറിമാർ ഇവിടെ വന്നിട്ടാണ് പുതിയ ദുരുപദേശങ്ങൾ പറയുന്നത്. ഇവിടുന്ന് പിന്നെ ഇന്ത്യയിലെ പല ഭാഗത്തോട്ടും അത് കടന്നു പോവുകയും ചെയ്യുന്നു. ഇത്രയും ദുരുപദേശങ്ങളിലെ അടിസ്ഥാനപരമായി നമ്മൾ കാണുന്ന ഒരു കാര്യം, യഹോവയല്ല യേശു, യേശു അല്ല യഹോവ എന്ന് തെളിയിക്കാനുള്ള ആ ഒരു അവരുടെ ആ ഒരു ഈഗർനെസ് ആണ്. അതെങ്ങനെങ്കിലും അവർക്ക് സ്ഥാപിച്ചെടുക്കണം. അപ്പൊ അതിനുവേണ്ടി പലതരത്തിലെ മായങ്ങൾ അവര് കൊണ്ടുവരിക. അപ്പൊ നമ്മളിപ്പം പല ഫുഡ് പ്രൊഡക്ഷനകത്ത് കാണുന്നത് പോലെ പലതരത്തിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരുന്നത് പോലെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ബേസിക്കലി ശുദ്ധമായ പാലുണ്ടെങ്കിൽ അതിന്റെ സ്ഥലത്ത് വേറെ ഏതെങ്കിലും രീതിയിൽ അതിനെ പലതരത്തിലെ മായം ചേർത്ത് എങ്ങനെയെങ്കിലും പുതിയ തരത്തിലെ പാലുണ്ടാക്കുക എന്നുള്ള ഒരു രീതി മാതിരിയാണ് ഇവര് വചനത്തെയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ആശ്ചര്യപ്പെടാനില്ല. സാത്താന്റെ ഏജന്റുമാരായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് പുതിയ കൂട്ടം കിട്ടാനും അതിനകത്തുനിന്ന് അവർക്ക് വേണ്ട ഇൻകം ഉണ്ടാക്കാനും വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ ഇത്രയും പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ തൃത്തക്കാരെ നമ്മൾ നോക്കുമ്പം യേശുവിനെയും ആരാധിക്കുക, അത് പിന്നിലെ ഒരു ജെന്റൈൽസിന്റെ മാതിരി ഒരാളെ ആരാധിച്ചാൽ കുഴപ്പമില്ല, രണ്ടാമത്തെ ആളിനെയും ആരാധിക്കാം, മൂന്നാമത്തെ ആളിനെ ആരാധിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അത് പിന്നെയും നമുക്ക് ഒരുവിധം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ജാതികളായിരിക്കെ യഹോവയെ ആരാധിക്കാൻ ഒരു സ്കോപ്പും ഇല്ലാത്ത ആൾക്കാരാണ് പറയുന്നത് അവർ പോയി യഹോവയെ ആരാധിക്കും, അവർക്ക് യേശുവിനെ ആരാധിക്കാൻ വയ്യ എന്നുള്ള ഒരു കാര്യം പറയുന്നത്. നമ്മളെ സംബന്ധിച്ചോളം യേശു തന്നെയാണ് യഹോവ, യഹോവ തന്നെയാണ് യേശു. അപ്പം ഒരേ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം അതിന് ഒരു വ്യക്തത നമുക്ക് വരുത്തുവാൻ ദൈവം സഹായിച്ചു. അതിനുവേണ്ടി സ്തോത്രം. താങ്ക് യു. ഞങ്ങള് ഈ വീഡിയോ നിങ്ങൾ സശ്രദ്ധം ശ്രവിക്കുകയും ഇതിൽ ഞങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ള എല്ലാ വചനങ്ങളും നിങ്ങൾ വേദപുസ്തകത്തിൽ പരിശോധിക്കുകയും ചെയ്യുക. ഒപ്പം ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇത് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും നിങ്ങളുടെ വലിയ കമന്റുകൾ രേഖപ്പെടുത്തിയും നിങ്ങൾക്ക് ഈ സത്യസുവിശേഷം അറിയിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനെ, ഈ യൂട്യൂബ് ചാനലിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ നന്മയും അനുഗ്രഹവും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവേ അവരെ അനുഗ്രഹിക്കട്ടെ.